Okay, welcome all. നമുക്ക് ഇന്ന് സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് മാഗ്നറ്റോസ്റ്റാറ്റിക്സിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പറഞ്ഞു സ്റ്റേഷനറി ചാർജസിനെ കുറിച്ചാണ് നമ്മൾ സ്റ്റഡി ചെയ്തത്. പക്ഷേ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ചാർജസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി, ഒരു ഡയറക്റ്റ് കറണ്ടിൽ മൂലമുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് നമ്മളിവിടെ സ്റ്റഡി ചെയ്യുന്നത്. സോ ഇതിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്റ്റഡി മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ് വരുന്നത് ഇലക്ട്രിക് മോട്ടോഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, മൈക്രോഫോൺസ്, കോമ്പസസ് ആൻഡ് ടെലിഫോൺ ബെൽ റിംഗേഴ്സ്. ഈ ഒരു കേസസിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരിക. ഇനി സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഡയറക്റ്റ് കറണ്ട് മൂലം ഉണ്ടാകുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് ഉള്ളി ദ ചാർജസ് ആർ ഇൻ സ്റ്റേഷനറി, പക്ഷേ ഇവിടെ ചാർജസ് മൂവിങ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി. ഇനി ഇതിൽ സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് ഓർ മാഗ്നറ്റോസ്റ്റാറ്റിക്സിൽ മെയിൻ ഇമ്പോർട്ടൻറ്റ് ലോ എന്ന് പറയുന്നത് ബയോ-സേവാർട്ട്സ് ലോ ആൻഡ് ആംബിയേഴ്സ് ലോ ആണ്. അപ്പോൾ എന്താണ് ബയോ-സേവാർട്ട്സ് ലോ പറയുന്നത്? ബയോ-സേവാർട്ട്സ് ലോ ഈസ് സിമിലർ ടു കൂളോംസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. അതുപോലെ തന്നെ ആംബിയേഴ്സ് ലോ ഈസ് സിമിലർ ടു ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. സോ വാട്ട് യു മീൻ ബൈ ദിസ് ബയോ-സേവാർട്ട്സ് ലോ? സോ ബയോ-സേവാർട്ട്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് this at this point what is the electromagnetic field intensity that is represented by the quantity h. നമ്മൾ ഓൾറെഡി ബേസിക് ഇലക്ട്രിക്കൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് എന്താണെന്ന് പഠിച്ചു. അതിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്താണെന്ന് പഠിച്ചു. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലെറ്റർ എച്ച് ആണ്. ഇനി ഇവിടെ ഒരു സ്മോൾ ഒരു എലമെൻറ്റ്, കറണ്ട് എലമെൻ്റ് ആണെന്ന് വിചാരിക്കുക. ഒരു പാത്തിൽ കൂടി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഐ. ഈ ഒരു സ്മോൾ കറണ്ട് എലമെൻറ്റ് ഡ്യൂ ടു ദിസ് ഡി എൽ, ഈ ഒരു സ്മോൾ കറണ്ട് എലമെൻറ്റ് മൂലമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിൻ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ഡി എച്ച്. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ എച്ച് ആണെന്ന് നമുക്കറിയാം. സോ ഡ്യൂ ടു ദിസ് സ്മോൾ കറണ്ട് എലമെൻറ്റ് വാട്ട് ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിൻറ്റ് പി എന്താണെന്നാണ് ബയോ-സേവാർട്ട്സ് ലോ പറയുന്നത്. സോ ദാറ്റ് ഈസ് റെപ്രസെൻറ്റ് ബൈ ദ ലെറ്റർ ഡി എച്ച്. So what is Bio-Savart's law tells? Bio-Savart's law tells that magnetic field intensity at this point P, that is dH, is due to the small current element ideal is proportional to product of this current element and sine of the angle between current element and line joining the current element at this point, and inversely proportional to square of the distance between the line joining element and the point. So എന്താണ് ബയോ-സേവാർട്ട്സ് ലോ പറയുന്നത്? That is magnetic field intensity at this point, that is dH, this point is proportional to product of current element, that is the current element is here, it is IDL, product of this current element IDL into sine of the angle between this line joining the current element and the point, that is sine of the angle is sine of alpha. This angle is between this small current element and the line joining this current element and this point. This is sine alpha, and inversely proportional to square of the distance between this point and this current element, that is r square. So this is Bio-Savart's law tells. So Bio-Savart's law അനുസരിച്ച് magnetic field intensity is proportional to ideal sin alpha by r square, or this can be represented as dH is equals 1 by 4 pi I dl sin alpha by r square. ഇവിടെ എഴുതാം dH is equal to 1 by 4 pi I dl sin alpha by r square. So this is the equation for finding the magnetic field intensity dH at this point P due to this small current element. ഇനി നമുക്കിതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് ദിസ് പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ വി ക്യാൻ അപ്ലൈ ദ തമ്പ് റൂൾ. ദാറ്റ് ഈസ് ദിസ് കറണ്ട് ഈസ് ഫ്ലോവിങ് ഇൻ ദിസ് ഡയറക്ഷൻ and this flux will be, magnetic field will be outward. That is thumb rule. The magnetic field intensity current is flowing in this direction, and according to thumb rule this magnetic flux will be in the outward direction. If this magnetic field current is flowing in
ഡൗൺവേർഡ് കറണ്ട് ഈ ഡയറക്ഷനിലാണെങ്കിൽ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇൻവേർഡ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിക്കുന്നത് നമുക്ക് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ഒരു കറണ്ട് ഇപ്പോൾ ഈ ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഔട്ട്വേർഡ് ആയിരിക്കും. ഇനി കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇൻവേർഡ് ഡയറക്ഷനിലായിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലോ ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക് ഇസ് ആംപിയർ സർക്യൂട്ട് ലോ. സോ വാട്ട് ഇസ് ദിസ് ആംപിയർ സർക്യൂട്ട് ലോ പറയുന്നത്? ആംപിയർ സർക്യൂട്ട് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് നെറ്റ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറൗണ്ട് എ ക്ലോസ്ഡ് പാത്ത്, ദാറ്റ് ഈസ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് magnetic field intensity around a closed path is equal to net current enclosed by that path. So suppose current in that path is total current through the whole path is I, current I. So the line integral of electric field intensity H over the closed path is equal to total current enclosed in that path. ഇതാണ് ആംപിയേഴ്സ് ലോ പറയുന്നത്. ദിസ് ലോ ഈസ് സിമിലർ ടു ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ ഇതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള ലോ നമ്മൾ പഠിച്ചു. ദാറ്റ് ഈസ് ടെല്ലിങ് അബൌട്ട് ദി സർഫസ് ഇൻ്റഗ്രൽ. ഗോസ് ലോയിൽ നമ്മൾ സർഫസ് ഇൻ്റഗ്രലാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ അതിന് പകരം ആംപിയേഴ്സ് ലോയിൽ പറയുന്നത് ദിസ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രലാണ്. ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദിസ് ഇൻറ്റൻസിറ്റി മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി H ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് ഇൻ ദാറ്റ് പാത്ത്. ഇനി ഒരു ഇക്വേഷനിൽ നമ്മൾ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യണം. അപ്ലൈങ് സ്റ്റോക്സ് തിയറം. സ്റ്റോക്സ് തിയറം എന്താണ് പറഞ്ഞത്? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ വെക്റ്റർ അറൗണ്ട് എനി ക്ലോസ്ഡ് പാത്ത് ഈസ് ഈക്വൽ ടു കേൾ ഓഫ് ദാറ്റ് വെക്റ്റർ ഓവർ ദാറ്റ് ഏരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രലിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്തത്. സോ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സ്റ്റോക്സ് തിയറം അപ്ലൈ ചെയ്യാണ്. That is in this first left side of this equation, that is closed integral H dot dl becomes by applying Stokes theorem നമുക്ക് എങ്ങനെ എഴുതാം? surface integral curl of that vector. Curl is represented by del cross H. Curl എന്നാണ് represent ചെയ്യുന്നത് del cross H ആണ്. Curl of that vector del cross H dot ds. So this will be equals I enclosed. The right hand side is I enclosed. So by applying Stokes theorem to the left side of this equation, that is closed integral H dot dl is equals curl of that vector H, that is surface integral of del cross H dot ds ആണ്. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് I enclosed നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. കറണ്ടിന് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. This becomes J dot ds. കറണ്ട് ഡെൻസിറ്റി ഒരു കറണ്ട് ഡെൻസിറ്റി J എന്ന് പറയുന്നത് കറണ്ട് ഡെൻസിറ്റിയാണ്. J മീൻസ് കറണ്ട് ഡെൻസിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ബൈ ഏരിയ. J is equal to current by total current by divided by area. So this becomes total current I becomes equals integral of J dot ds. ആ ഇൻ്റഗ്രൽ കറണ്ട് ഡെൻസിറ്റിനെ വിത്ത് റെസ്പെക്ട് ടു ഏരിയയിലേക്ക് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കറണ്ട് കിട്ടും. സോ കറണ്ട് ഡെൻസിറ്റി ഈസ് ഓൾറെഡി വി നോ ദാറ്റ് ഇറ്റ് ഈസ് കറണ്ട് പെർ ടോട്ടൽ കറണ്ട് പെർ ഏരിയ ആണ്. സോ വി ക്യാൻ ഫൈൻഡ് അഗെയിൻ ദ കറണ്ട് ബൈ ഇൻറ്റഗ്രേറ്റിംഗ് ദിസ് കറണ്ട് ഡെൻസിറ്റി ഓവർ ദാറ്റ് ഏരിയ, ദാറ്റ് ഈസ് J ഡോട്ട് ഡി എസ് ചെയ്താലും നമുക്ക് I enclosed കിട്ടും. സോ നമ്മൾ കമ്പയർ ഈ ഇക്വേഷനും കമ്പയർ ചെയ്ത് നോക്കുക. വാട്ട് വി ക്യാൻ ഫൈൻഡ്? del cross H is equals J. ഈ ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് രണ്ടും ദിസ് വിൽ ബി ഇക്വേറ്റിംഗ് ടു കറണ്ട് എൻക്ലോസ്ഡ്. ദിസ് ഓൾസോ കറണ്ട് എൻക്ലോസ്ഡ് ആൻഡ് ദിസ് ബിഗ് ഇക്വേഷൻ ഓൾസോ കറണ്ട് എൻക്ലോസ്ഡ്. സോ ബൈ കമ്പയറിംഗ് ദീസ് ടു ഇക്വേഷൻസ് വി ക്യാൻ ഫൈൻഡ് ദാറ്റ് del cross H is equal to J.